ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇറ്റ്യൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ അതല്ലോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ ലൈക്കും ഷെയർ ആക്കാനും മറക്കല്ലേ. നമ്മൾ ഇതെങ്ങോട്ടാണെന്നല്ല പോകുന്നത് പറയാം. ഇത് ഞാൻ നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഫസ്റ്റ് നാട്ടിൽ പോയതിൻ്റെ പിറ്റോസ് നമ്മൾ പോകുന്നുള്ളതാണിത്. അതും കുറച്ച് ലോങ്ങും, കാസർഗോഡ് ടു പയ്യന്നൂർ. അങ്ങനെ പയ്യന്നൂരിലേക്ക് പോകാൻ നമ്മൾ കാറിലാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ തളങ്കര കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പാർക്കിംഗ് ആക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് അങ്ങനെ കുറച്ച് നമ്മൾ വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ ടൈമായിരുന്നു നമ്മൾ നാട്ടിൽ പോയപ്പോൾ. അപ്പോൾ ഓണത്തിൻ്റെ പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ആയിട്ട് നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ പോവാണ് ഗായ്സ്, നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട്. അതുമല്ല, നല്ല മഴയായിരുന്നു നമ്മൾ പോയ അന്ന്. അതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിന് നാട്ടിലത്തെ മഴയും അതുപോലെ തന്നെ ട്രെയിനിലത്തെ യാത്രയും. നല്ലൊരു ഫീലിംഗ് ആണ് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ നേരെ ട്രെയിനിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നുള്ളത് പാസ്പോർട്ട് പോസ്റ്റ് ഓഫീസിലേക്കാണ്. എന്താ വെച്ചാൽ മെയിനായിട്ട് നമുക്ക് അവിടെയാണ് പോകാനുണ്ടായിരുന്നത് തന്നെ. അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ നമ്മൾ പയ്യന്നൂരിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നുള്ളത്. അവിടെ പോയിട്ടാകുമ്പോഴേക്ക് കുറച്ച് ടൈം വെയിറ്റ് ആക്കാണ്ടെല്ലാം വന്നിട്ടുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായി. ഞാനിവിടെ പുറത്തും അനുച്ച ഉള്ളിൽ പോയിട്ടുണ്ട് ഗൈസ്. അതിന് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഈ മഴ നോക്കിയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെയും ഓട്ടോയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഓട്ടോയിലെല്ലാം പോകുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ അറിയും കുറേ ആയില്ല പോകാത്ത. അങ്ങനെ നമ്മളെ ഫാമിലി, എൻ്റെ ഉമ്മ സിസ്റ്ററിൻ്റെ അടുക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അങ്ങനെ ഓളവിടെ പോയിട്ട് ഓളെ ബേബീനെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവൻ കണ്ടിട്ടുണ്ടായിട്ട് അങ്ങനെ ബേബീനെല്ലാം കണ്ട് അങ്ങനെ കുറേ ടൈം നമ്മൾ അടഞ്ഞുണ്ടായിന്. ഇത് നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഓൾ നമ്മളെ ഫോട്ടോ എല്ലാം എടുക്കുകയാണ് ഗൈസ്. ഇതെൻ്റെ ആൻറ്റീൻ്റെ വലിയ മോളാണ്. ഇത് നമ്മളെ ചുണ്ണി വാവ. അങ്ങനെ രണ്ടാളും ഫോട്ടോയും വീഡിയോസെല്ലാം എടുത്തിട്ട് കുറേ അതിൽ കാണാത്ത, അതുകൊണ്ട് തന്നെ നല്ല പാങ്ങുണ്ടായിന്. കുറേ ബിസിയെല്ലാം പറഞ്ഞിട്ട് മടന്നുണ്ടായിന് കുറേ ടൈം. അങ്ങനെ ഇതെൻ്റെ ലബൂബാണ് ഗായസ്. ഞാൻ എൻ്റെ ബാഗിൽ തൂക്കിയിട്ട് വന്നതാണ്. പക്ഷേ ഓൾ എൻ്റെ ലബൂബിനെ എടുത്തു. അങ്ങനെ ഞാൻ ഓൾക്ക് ലബൂബും കൊടുത്ത് അങ്ങനെ ജ്യൂസും ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഗായസ് നമ്മൾ നേരെ കാസർഗോഡിലേക്ക് വിട്ടത്. അങ്ങനെ നമ്മൾ KSRTCയിലാണ് ഇത് പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ കാസർഗോഡിലേക്ക്. എനിക്ക് ഫസ്റ്റ് ഇരിക്കാൻ കിട്ടിയിട്ടുണ്ടായ ലെഫ്റ്റ് സൈഡാണ്. പക്ഷെ ഞാൻ റൈറ്റ് സൈഡ് തന്നെ വന്നിട്ടിരുന്ന് ഇങ്ങനെ ബസ്സിൻ്റെ സൈഡായിട്ട്. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇങ്ങനെ തൂക്കുപാലെല്ലാം നോക്കിയിട്ട് വന്നിട്ട് കാസർഗോഡ് നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി ഇവിടെ നമുക്കൊരു ഓട്ടോയിൽ പോയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് നേരെ പോകണം. കാരണം വെച്ചാൽ നമ്മളെ കാർ ആടെയാണ് പാർക്കിംഗ് ആക്കിയിട്ടുള്ളത്. ഇനി ആ കാർ എടുത്തിട്ട് നമുക്ക് നേരെ പൊരുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കാറിൻ്റെ അടുത്തൊക്കെ കുറച്ച് നടക്കാനുണ്ടായി ഗൈസ്. അങ്ങനെ കാറിലും കയറിയിട്ട് നമ്മൾ നേരെ കാർ പാർക്കാക്കിയതിൻ്റെ പേ ആക്കാനുണ്ട്. കാരണം വെച്ചാൽ എത്ര മണിക്കൂറാണ് നമ്മൾ അവിടെ കാർ വെച്ചത് അതിന് പേ ആക്കാനുണ്ട്. അങ്ങനെ പേ ആക്കി അങ്ങനെ നേരെ നമ്മൾ പൊരലോട്ട്